ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, എത്ര ദൂരമുണ്ട് ആശുപത്രിയിൽ നിന്ന് ഹെലിപ്പാഡിലേക്ക്? അജിംസ 6 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത്. ഇപ്പോൾ എന്തായാലും ഹൃദയവുമായിട്ട് വാഹനം ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ, ഇപ്പോൾ 12:15 സമയം, 12:20 മുമ്പ് തന്നെ ആംബുലൻസ് വിമാനത്താവളത്തിലെത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയും വേഗം അവിടെ എത്തിച്ചുകൊണ്ട് ആ എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും കൃത്യമായിട്ടുള്ള വാഹന ഗതാഗതം അടക്കം ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് ഇപ്പോൾ ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ 6 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമെങ്കിലും അത് 5 മിനിറ്റ് കൊണ്ട് തന്നെ എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം അതിന് കൃത്യമായിട്ടുള്ള എല്ലാ വാഹന ഗതാഗതവും പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് ഇപ്പോൾ ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത്. 12:20 വിമാനത്താവളത്തിൽ എത്തിച്ചുകൊണ്ട് അവിടുന്ന് എയർ ആംബുലൻസിൽ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും. എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തെ അനുഗമിച്ച് പോവുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. വലിയ തരത്തിൽ എല്ലാ വാഹനങ്ങൾക്കും മറ്റ് വാഹന ഗതാഗതം അടക്കം നിയന്ത്രിച്ചുകൊണ്ടാണ് ആംബുലൻസിന് വേണ്ടി വഴിയൊരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഹൃദയം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിക്കും. അജിംസ്, നമ്മൾ ആ കാറിന്റെ പുറകെ പോകുന്നുണ്ടോ? അല്ല, ആ ഹൃദയത്തിന്റെ പുറകെ പോകുന്നുണ്ടോ ഷിജോ? ജിംസ, നമ്മൾ ആ വാഹനത്തിനൊപ്പം പോവുകയാണ്. പക്ഷേ പല വാഹനങ്ങൾക്കും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മറ്റ് ഒരു മാർഗതടസ്സവുമില്ലാതെ വാഹന ഗതാഗതത്തിന് ഒരു തരത്തിലുമുള്ള തടസ്സം നേരിടാത്ത രീതിയിൽ വേണം ഈ ഹൃദയം എത്തിക്കാൻ. കൊച്ചിയിലേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കിംസ് ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 5.5 കിലോമീറ്റർ, ഏതാണ്ട് 6 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. വലിയ തരത്തിലുള്ള വാഹന ഗതാഗത തടസ്സം നേരിടുന്ന ഒരു വഴി കൂടിയാണ്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ അല്പം പ്രയാസമാണ്. എന്തായാലും അങ്ങനെ എല്ലാ വഴികളിൽ നിന്നുമുള്ള മറ്റ് വാഹന ഗതാഗതം അടക്കം പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ടാണ് പോലീസ് വാഹനം ഇപ്പോൾ ഈ ആംബുലൻസിന് ഹൃദയവുമായിട്ട് പോകുന്ന വാഹനത്തിന് വഴിയൊരുക്കിയത്. നമ്മളും ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് അവിടേക്ക് എത്തി എയർ ആംബുലൻസിൽ ഈ ഹൃദയം കയറ്റി കൊച്ചിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെർമിനൽ 1-ൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ സർക്കാരിന്റെ ഹെലികോപ്റ്ററിലായിരിക്കും മരിച്ച 33 വയസ്സുകാരൻ ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ എന്തായാലും ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആ വാഹനത്തിന് പോലീസ് കൃത്യമായിട്ട് വഴിയൊരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പോകാൻ ഏതാണ്ട് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും എടുക്കും. പക്ഷേ ഇതിപ്പോൾ വളരെ വേഗം 5 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് തന്നെ 6 കിലോമീറ്റർ പിന്നിടാൻ കഴിയുന്ന രീതിയിലുള്ള വാഹന ഗതാഗത സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പൊതുജീവൻ നൽകാൻ വേണ്ടിയിട്ട് എല്ലാ പരിശ്രമങ്ങളും പൂർത്തിയാക്കി പോലീസ് ഉദ്യോഗസ്ഥർ അതിന് വഴിതെളിക്കുകയാണ്. 6 പേർക്ക് പുതുജീവൻ ഏകിയാണ് 33 വയസ്സുകാരനായിട്ടുള്ള കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് 3 ദിവസം വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിഞ്ഞ ഐസക് ജോർജിന് ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ 6 അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മതം ആ കുടുംബം നൽകുന്നു. അങ്ങനെ ആ സമ്മതത്തിലൂടെ 6 പേർ അവയവം കാത്ത് വിവിധ ഇടങ്ങളിൽ കാത്തിരുന്ന 6 പേർക്ക് കൂടി പുതുജീവൻ നൽകി ഐസക് ജോർജ് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. ഐസക് ജോർജിന്റെ ഹൃദയം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചി ഹയാത്തിലേക്ക് എത്തിക്കും. ഹയാത്തിൽ തയ്യാറാക്കിയ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതോടുകൂടി അവിടുന്ന് പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടുന്ന് ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ലിസി ആശുപത്രിയിലേക്ക് ഹയാത്തിൽ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും. അവിടെ ചികിത്സാ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് എങ്കിൽ ഒരുപക്ഷെ 2:30 തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ
വിദഗ്ധൻ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിൽ നടക്കും എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 തന്നെ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള വാഹന ഗതാഗത കുരുക്ക് പലയിടങ്ങളിലുമുണ്ട്. കാരണം ഈ ഹൃദയം കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോലീസ് അധികൃതർ അതിന് വഴിയൊരുക്കിയത്. നമുക്ക് അവിടേക്ക് എത്തിപ്പെടുക അല്പം പ്രയാസമാണ്. എന്തായാലും പരമാവധി വേഗത്തിൽ അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ സമയം കൊണ്ട് തന്നെ ഒരുപക്ഷെ വിമാനത്താവളത്തിലേക്ക് ഈ അവയവം എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയാൽ തന്നെ ഒട്ടും ഒരു തരത്തിലുമുള്ള കാലതാമസമില്ലാതെ ഒട്ടും അമാന്തമില്ലാതെ ഈ അവയവം വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്ററിൽ കയറ്റി അവിടുന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടും. അവിടുന്ന് ഏതാണ്ട് 1 മണിക്കൂർ സമയം പോലും എടുക്കില്ല. അപ്പോൾ കൃത്യം 2:30 തന്നെ ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ ഹൃദയത്തെ അനുഗമിച്ചുകൊണ്ട് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരും അതുപോലെ തന്നെ ലിസി ആശുപത്രിയിലെ ഡോക്ടർമാരും ഈ ആംബുലൻസിനൊപ്പം പോയിട്ടുണ്ട്. പോലീസ് കൃത്യമായിട്ട് വഴിയൊരുക്കി. ഇപ്പോൾ എന്തായാലും ഏതാണ്ട് 5 മിനിറ്റ് താഴെയുള്ള സമയം കൊണ്ട് തന്നെ ഒരുപക്ഷെ ഹൃദയം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് നമ്മൾ പുറകെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ എത്തുന്ന സമയം കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വിമാനത്താവളത്തിൽ നിന്ന് ഹൃദയം കൊച്ചിയിലേക്ക് പറന്നിട്ടുണ്ടാകണം. കാരണം അത്രമാത്രം ഒട്ടും അമാന്തമില്ലാതെ റോഡ് മാർഗമാണ് ഇത് പോകുന്നതെങ്കിൽ പോലും പരമാവധി വേഗത്തിൽ ഈ ഹൃദയം അവിടേക്ക് ഇത് സ്വീകരിക്കേണ്ട ആളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു യാത്രയാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരാളെ 28 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിനാൽ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും ആരോഗ്യ സംവിധാനങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഒരുക്കിക്കൊണ്ട് ആ ഹൃദയത്തിന് വഴിയൊരുക്കിക്കൊണ്ട് ഇങ്ങനെ പുറപ്പെടുകയാണ്.